ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നഷ്ടപ്പെട്ടതിന്റെയും വേർപാടിന്റെയും വേദന അനുഭവിക്കുന്ന അനേകർക്ക് ആശ്വാസവും പ്രത്യാശമായി തീരേണ്ടതിന് പ്രിയ സോഫിയ സിസ്റ്ററിന്റെ അകത്ത് ദൈവം കൊടുത്ത ദർശനപ്രകാരം ആരംഭിച്ച ഹോപ്പ്ഫുൾ മിനിസ്ട്രീസ്, അത് മുഖാന്തരം വന്ന സൂം മീറ്റിംഗ് അനേക നീറുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും സൗഖ്യത്തിനും കാരണമായി തീർന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ഭാഗവാക്കായി തീരുവാൻ ദൈവം എനിക്കും അവസരം നൽകി തന്നിട്ടുണ്ട്. എന്റെ പ്രിയ മകൻ ഗ്ലാക്സൺ ഞങ്ങളെ വിട്ടു പോയതിനു ശേഷം ദൈവം നിത്യതയെക്കുറിച്ച് എന്ന വെളിപ്പാടുകൾ, ദർശനങ്ങൾ അതിൽ കൂടി പങ്കുവെച്ചപ്പോൾ തകർന്നു കിടക്കുന്ന അനേകർക്ക് അത് ആശ്വാസവും ബലവും പ്രത്യാശയുമായി തീർന്നു. ഞാൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരുടെ വേർപാടിന്റെ വേദന അനുഭവിച്ച അതിൽ നിന്ന് ദൈവിക വിടുതലും സൗഖ്യം അനുഭവിച്ച അനേക പ്രിയപ്പെട്ടവർ തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളും ദൈവിക ആലോചനകളും ഇതിൽ കൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ടവർ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നിശ്ചയമായും ഇത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായി തീരും. ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യാശ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, കർത്താവിന്റെ ആശ്വാസം. നമ്മുടെ ചുറ്റുപാടുകളിൽ അനേകരുണ്ട്. നഷ്ടമായതിന്റെ, പ്രിയപ്പെട്ടവർ അവരെ വിട്ടു പോയതിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവർ ഇത് ശ്രമിച്ചാൽ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ വിടുതലും സൗഖ്യമായി തീരും. നിത്യതയുടെ കാഴ്ചപ്പാട് അവരുടെ ഹൃദയങ്ങളിലേക്കും എത്തട്ടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, ഈ ചാനലിനും എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലുള്ള എൻ്റെ എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവ് കൊടുത്ത ദർശനപ്രകാരം കർത്താവിൻ്റെ ദാസി പ്രിയ സോഫിയ ആൻറ്റി ആരംഭിച്ച മിനിസ്ട്രി അനേക കുടുംബങ്ങൾക്കും അനേക തകർക്കപ്പെട്ട വ്യക്തി ജീവിതങ്ങൾക്ക് ഈ മിനിസ്ട്രി ഒരു അനുഗ്രഹമായി തീരുന്നുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട, ഭാര്യ ഭർത്താവ് നഷ്ടപ്പെട്ട, തകർക്കപ്പെട്ട കുടുംബങ്ങൾ, പ്രത്യേകിച്ച് സ്നേഹിക്കേണ്ടവരൊക്കെ അകന്നു പോകുമ്പോൾ, ചേർത്ത് പിടിക്കേണ്ടവർ കൈവിടുമ്പോൾ, ഈ മുൻപിൽ ആത്മഹത്യ എന്ന് പോലും പറഞ്ഞു ഒരുങ്ങിയിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഈ മിനിസ്ട്രി ഒരു ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, പലരും എന്നോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞു, ഈ ഒരു മിനിസ്ട്രിയിൽ, ഈ ഗ്രൂപ്പിൽ കയറിയതുകൊണ്ടും പ്രാർത്ഥിച്ചതുകൊണ്ടും അവർക്കുണ്ടായ അനുഭവങ്ങൾ, ഇനി മുൻപോട്ട് ഒരു ജീവിതമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ, ഈ മിനിസ്ട്രിയിലുള്ള പ്രിയ സഹോദരങ്ങൾ അവരെ ചേർത്ത് പിടിക്കുകയും അവരെ സ്നേഹിക്കുകയും വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കുകയും സമാധാനം കൊടുക്കുകയും ഈ മിനിസ്ട്രി ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു. വീണ്ടും കർത്താവ് ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗ്രൂപ്പിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും, എല്ലാ എൻ്റെ സഹോദരങ്ങളെയും കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാൻ കർത്താവിൽ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. എന്നാൽ ഇതിൻ്റെ ലക്ഷ്യം ഇത് ആയിരങ്ങളിലേക്ക് എത്തിക്കണം, പതിനായിരങ്ങളിലേക്ക് ഈ യൂട്യൂബ് ചാനലിലൂടെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച ഈ ചാനൽ ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തട്ടെ, അനേകർക്ക് ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹോപ്പ്ഫുൾ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാ ദിവസവും പ്രാർത്ഥനകളും, അപ്പോൾ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ സൂം മീറ്റിങ്ങും ഒക്കെ ഈ പ്രവർത്തനത്തിലൂടെ നടന്നു വരികയാണ്. അതുപോലെ വ്യക്തിപരമായി വേർപാടിൻ്റെ അതീവ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഫോൺ ചെയ്ത് അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുകയും അവരോട് വ്യക്തിപരമായി ദൈവവചനത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ സംസാരിച്ച് അനേകരെ വീണ്ടും ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രി എന്ന് പറയുന്നത്. അനേക സഹോദരങ്ങൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ തന്നെ അനേകർ ഇനിയും ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാനായിട്ടുണ്ട്. ഈ ശുശ്രൂഷകളൊക്കെ വളരെ അടുത്ത് നിന്ന് അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ ഫലപ്രദമായ ഒരു അനുഭവമാണ് എനിക്ക് ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലൂടെ കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ പ്രവർത്തനം വളരെ ഫലവത്തായ നിലയിൽ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ
ഇനി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ അനേക പ്രിയപ്പെട്ടവർക്ക് ഈ ശുശ്രൂഷകൾ ഒരാശ്വാസമായി തീരുവാൻ സർവ കൃപാലുവായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ശക്തീകരിക്കട്ടെ. അനേകരെ ബലപ്പെടുത്തേണ്ടതിന്, അനേകരെ ജീവിതത്തിലേക്ക്, പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് കരം പിടിച്ച് നടത്തേണ്ടതിന് ദൈവം ഉപയോഗിക്കട്ടെ എന്നും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഞാൻ ഈ പ്രവർത്തനത്തിന് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഹോപ്പ്ഫുൾ മിനിസ്ട്രിയെ കുറിച്ച് പറയുവാൻ. കാരണം ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത് പ്രിയ സോഫിയാൻ്റെയാണ്. ഈ ഒരു പേരിൽ കാണുന്ന പോലെ തന്നെ ഹോപ്പ്ഫുൾ മിനിസ്ട്രീസ്, പ്രത്യാശ നിറഞ്ഞ ശുശ്രൂഷ. ഈ ഒരു ശുശ്രൂഷ കഴിഞ്ഞ നാളുകളിൽ അനേകർക്ക് ആശ്വാസമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനേകരെ തങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് കർത്താവ് കരകയറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒരുപാട് പേരെ കർത്താവ് അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയത്തില്ല, അനേകരുണ്ട്, അനേകർ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, ചില ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ. അതിലുപരി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരുപാട് പേർ നമ്മുടെ ചുറ്റിനുമുണ്ട്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ദൈവത്തിന് അവരെയെല്ലാം നേടുവാനുണ്ട്. സത്യ ദൈവത്തെ അറിയുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അവരെയെല്ലാം ദൈവത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ നമ്മളെയെല്ലാം ദൈവം ഓരോ അംബാസഡറായിട്ട് നമ്മളെല്ലാം നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മിനിസ്ട്രീസ് യൂട്യൂബ് മേഖലയിൽ കൂടി ഈ ഒരു വീഡിയോ വരും. സോ അത് ഈ ഒരു മിനിസ്ട്രിക്ക് ഏറ്റവും അധികം വളർച്ചയ്ക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ആശംസിക്കുന്നു. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. അനേകരെ നേടുവാൻ, അനേകരെ അവരുടെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റുവാൻ കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. കർത്താവ് അതിനു വേണ്ടിയുള്ള എല്ലാ കൃപകളും നമ്മുടെ മേൽ പകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ.